നമസ്കാരം. ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറയുന്നു, ഭാഗ്യത്തിന് ഇറാൻ സൈന്യത്തെ ഞങ്ങൾ ഇല്ലാതാക്കി, അവരുടെ നാവികസേന ഇല്ലാതായി, അവരുടെ വ്യോമസേന സമ്പൂർണ്ണമായി ഇല്ലാതായി, അവരുടെ റഡാറുകൾ ഇല്ലാതായി, അവരുടെ നേതാക്കൾ ഫലത്തിൽ എല്ലാ തലത്തിലുമുള്ളവർ ഇല്ലാതായി. നമുക്ക് എതിരെയോ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കെതിരെയോ അല്ലെങ്കിൽ ലോകത്തിനോ ഇനി അവർ ഭീഷണിയല്ല. ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ്. ട്രംപ് ഇത് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഇറാൻ ബോംബുകൾ, മിസൈലുകൾ പതിപ്പിക്കുന്നു. ഇസ്രായേലിനെതിരെയും ഇറാൻ ആക്രമണം നടത്തുന്നു. തിരിച്ചും അതിൽ കൂടിയ ആക്രമണം അവർ നേരിടുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഇരിക്കെ ഇമ്മാതിരി വർത്തമാനം തകർത്തു പറയുന്ന ഒരാൾ, അതിനിടയിൽ ട്രംപ് എന്താണ് ചെയ്യുന്നത്? ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വിടുന്നു. അവിടെ മിസൈൽ വീണ ഇടത്ത് നിന്ന് നെതന്യാഹുവിനെ കാണാനില്ലെന്ന വാർത്തകളെ മറികടക്കാൻ വ്യാജ നറേറ്റീവുകൾക്കായി വ്യാജ ചിത്രങ്ങൾ വരെ പുറത്തുവിടേണ്ടി വരുന്നു. കൊന്നു എന്ന് പറഞ്ഞ മുജ്തബ പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ഇറാനോട് കപ്പൽ വിട്ടുതരൂ, ലോകം പ്രശ്നത്തിലാണ് എന്ന് ഭീഷണി സ്വരത്തിലും ട്രംപ് പറയുന്നു. ഇറാനെ നേരിടാൻ ലോകമേ എല്ലാവരും സൈനിക ശക്തി സമാഹരിക്കൂ, ഇങ്ങോട്ട് വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്നു. എന്താല്ലേ, സമ്പൂർണ്ണമായി തകർത്തു എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ മുന്നിൽ നിർത്തി ട്രംപ് കളിക്കുന്ന ഗതികെട്ട കളികളാണ്. എന്നിട്ടും ട്രംപ് അടിച്ചുവിടുകയാണ്, എല്ലാം ഞങ്ങൾ തകർത്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണെന്ന്. ഒടുവിൽ പറഞ്ഞു ഈ വാക്കുകൾ: ഇറാനെ നേരിടാൻ വിളിച്ച നാറ്റോ രാജ്യങ്ങൾ സഹായം നൽകിയില്ല, അവരെ ഞാൻ റെഡിയാക്കും എന്നാണ് ഒടുവിലത്തെ ഭീഷണി. ഇറാനെ സമ്പൂർണ്ണമായി തകർത്തതുകൊണ്ട് നാറ്റോ രാജ്യങ്ങളുടെ ആവശ്യം ഇനിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് വീമ്പിളക്കലിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ് പോകുന്നത്: ഞങ്ങൾ ഒരിക്കലും നാറ്റോ രാജ്യങ്ങളുടെ വരവിനെ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ജപ്പാന്റെയും ഓസ്ട്രേലിയയുടെയും ദക്ഷിണ കൊറിയയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട, വേണ്ട. ഇന്നലെ യാചനാസ്വരത്തിൽ സഹായം ചോദിച്ച ആൾ എന്നിട്ട് ഒരൊറ്റ ആളും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് കട്ടക്കലിപ്പിൽ ഏറ്റവും ഒടുവിൽ പറയുന്നതാണ്, എന്താല്ലേ ലോകശക്തിയുടെ അവസ്ഥ. സ്വന്തം കസേര ഇളക്കി നോക്കി, എൻ്റെ കസേരക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ ഏതൊരു കഥാപാത്രത്തെ ഓർമ്മ വരും. മനുഷ്യരെ കൊന്ന് രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറി യുദ്ധം സൃഷ്ടിച്ച് ചോരക്കുതിയോടെ മുന്നേറുന്ന ഒരു തെമ്മാടി ഭരണാധികാരിയുടെ പിൻബലമാണ് ട്രംപ്. അയാളുടെ താളത്തിന് തുള്ളി കുഴപ്പത്തിൽ പതിച്ച അമേരിക്കൻ പ്രസിഡന്റ്, ലോകത്തെ ആകെ കുരുക്കിലാക്കിയ 2 പേരുടെ മുഖങ്ങൾ മനുഷ്യരായവരെല്ലാം അലോസരത്തോടെ മാത്രം ഓർക്കുന്നതാണ്. വീണെടുത്ത് കുഴിച്ച് വീണ്ടും നാണം കെടുന്നവർ. ഏറ്റവും ഒടുക്കം സ്വന്തം രാജ്യത്ത് തന്നെ ഒറ്റപ്പെടുന്ന ട്രംപ്. പ്രധാനമന്ത്രി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് നാണം കെടുന്ന ഇസ്രായേൽ. പ്രതികാരം തീർക്കാൻ ഇറാൻ ഭരണ നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു ഒടുവിലും ഇസ്രായേൽ. ഇറാൻ യുദ്ധത്തിലെ 5 സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒടുവിലത്തെ സംഭവങ്ങളാണ് പരിശോധിക്കുന്നത്. വ്യാജ ചിത്രങ്ങളിലേക്കും നാണക്കേടിലേക്കും കടക്കും മുമ്പ് ആദ്യം മുജ്തബയിൽ നിന്ന് തുടങ്ങാം. ഇസ്രായേലിന് നാണക്കേടുണ്ടാക്കിയ സംഭവം പുറത്തു വന്നത് മുജ്തബയുടെ ചികിത്സാ വാർത്തയാണ്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചതിന് ശേഷം ആര് ആ സ്ഥാനത്തെത്തിയാലും വധിക്കും എന്ന് പ്രഖ്യാപിച്ചതായിരുന്നു ഇസ്രായേൽ. എന്നാൽ യുദ്ധത്തിൽ കൊണ്ടുപെടുത്തിയ ട്രംപിനെ ഊരാക്കുടുക്കിലാക്കി എന്ന് മാത്രമല്ല, ഖമനേയിയുടെ പകരം വന്ന മുജ്തബയെ കൊല്ലാനിറങ്ങി തിരിച്ച് നാണം കെട്ടിരിക്കുകയാണിപ്പോൾ നെതന്യാഹുവും ഇസ്രായേലും. ഒടുക്കം പുറത്തു വന്ന വിവരങ്ങൾ നെതന്യാഹുവിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. നിലവിലെ ഉന്നത ഭരണ നേതൃത്വങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതും ഈ പ്രകോപനത്താലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് മുജ്തബ ഖമനേയിയുടെ പ്രസ്താവന ടെലിവിഷനിലൂടെ വന്നപ്പോഴും അയാൾ മരിച്ചു എന്ന് തട്ടിവിട്ട നെതന്യാഹുവും ട്രംപും അന്തിച്ചു പോയത് ഖമനേയി റഷ്യയിൽ ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകളിന്മേലാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ മുജ്തബ അതീവ രഹസ്യമായി റഷ്യൻ വിമാനത്താവളത്തിൽ മോസ്കോയിൽ എത്തിയത്രേ. അതിനുശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞ് സുഖം പ്രാപിക്കുകയാണത്രേ. ഇതേസമയം മുജ്തബയുടെ ഒരു കാൽ മുറിച്ചു മാറ്റിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ വസതിയോട് ചേർന്നുള്ള സ്വകാര്യ മെഡിക്കൽ കേന്ദ്രത്തിലാണ് മുജ്തബയുള്ളത് എന്നും പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. റഷ്യ ഇക്കാര്യം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുജ്തബയെ ഇനി ലക്ഷ്യം വെച്ചാൽ റഷ്യ അവരുടെ പ്രസിഡന്റിനോട് എതിരിട്ടതുപോലെ തന്നെ തിരിച്ചു പ്രതികരിക്കും എന്ന് അതാണ് വാസ്തവം. ചൈനയും റഷ്യയും ഇനിയും ഇത് തുടരരുത് എന്ന മുന്നറിയിപ്പ് നൽകിയതും അന്തരീക്ഷത്തിലുണ്ട്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും നടത്തിയ മിന്നലാക്രമണത്തിൽ മുജ്തബ ഖമനേയി രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഖമനേയിയുടെ താമസ സമുച്ചയത്തിൽ നിന്ന് മുജ്തബ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണത്രേ മിസൈൽ ആക്രമണം നടന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. അയത്തുള്ള അലി ഖമനേയിക്കൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ, ബന്ധുക്കൾ തുടങ്ങി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നും ടെലിഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിയൻ
ഉദ്യോഗസ്ഥരുടെ ഒരു യോഗത്തിലെ ചർച്ചയ്ക്കിടയിലെ ശബ്ദരേഖ ഉദ്ധരിച്ചാണ് ടെലിഗ്രാഫിൻ്റെ വാർത്ത. ഓഡിയോ രേഖ എങ്ങനെ ചോർന്നു എന്നോ ആധികാരികത എന്താണെന്നോ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മിസൈലുകൾ പതിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം തോട്ടത്തിലേക്ക് ഇറങ്ങി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. മുസ്തബയ്ക്ക് എന്തോ ആവശ്യത്തിനായി മുറ്റത്തേക്ക് ഇറങ്ങേണ്ടി വന്നതും പിന്നീട് തിരികെ വരണം എന്നതും ദൈവഹിതമായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴാണ് മിസൈൽ പതിച്ചത്. ഖമനേയിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ മേധാവി മഹസർ ഹുസൈനിയുടെ വാചകം ഈ വാർത്തയിൽ ഉദ്ധരിക്കുന്നു. മുസ്തബ പുറത്തേക്കിറങ്ങിയ ഉടനെ ഇസ്രായേലിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആ വളപ്പിൽ പതിച്ചു. ഓഡിയോ രേഖ പ്രകാരം 3 മിസൈലുകൾ അവിടെ പതിച്ചു എന്നാണ് പറയുന്നത്. ലക്ഷ്യം പിഴച്ച ആക്രമണങ്ങളുടെ നാണക്കേടിൽ നിന്ന് തലയൂരാൻ ഇസ്രായേൽ ഒടുവിൽ ഒരാക്രമണം കൂടി നടത്തി. ലോകവ്യാപകമായി വിമർശിക്കപ്പെട്ട ആക്രമണം. ഉന്നത ഭരണ നേതൃത്വങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ ആക്രമണം. അലി ലാറി ജാനി അടക്കമുള്ളവർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ബാസിജിന്റെ ആസ്ഥാനങ്ങൾ തകർത്തതിനെ തുടർന്ന് പുതുതായി നിർമ്മിച്ച താൽക്കാലിക ക്യാമ്പിൽ വെച്ചാണ് അലി ലാറി ജാനി സുലൈമാനെ അടക്കം കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തോടൊപ്പം ബാസിജിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഗുലാം റേസ സുലൈമാനി, മറ്റ് നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. ഇറാനെതിരായ ആക്രമണം US കടുപ്പിക്കുന്നതിനിടെ ആക്രമണത്തെ ചൊല്ലി US ആഭ്യന്തര കലഹം രൂപപ്പെട്ടതും നമ്മൾ കാണുകയാണ്. ഇറാൻ ആക്രമണത്തിലെ ട്രംപിന്റെ നശീകരണ നിലപാടിൽ പ്രതിഷേധിച്ച് US ദേശീയ ഭീകര പ്രതിരോധ വകുപ്പ് മേധാവി ജോ കെന്റ് രാജിവെച്ചു. രാജ്യത്തിന് നേരെയുള്ള ഭീകരവാദി ഭീഷണികളെ തടയാൻ രൂപീകരിച്ച പ്രധാനപ്പെട്ട ഇന്റലിജൻസ് വിഭാഗത്തെ നയിച്ച ആളായിരുന്നു ജോ കെന്റ്. ട്രംപിന് എഴുതിയ രാജിക്കത്തും പുറത്തു വന്നിട്ടുണ്ട്. ഈ യുദ്ധം അമേരിക്കക്ക് ആവശ്യമില്ലാത്തതാണ് എന്നും ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കയുടെ അന്തസ്സ് കളഞ്ഞ് ട്രംപ് യുദ്ധത്തിന് ആരംഭം കുറിച്ചു എന്നും ചൂണ്ടിക്കാണിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രാജ്യപ്രഖ്യാപന കുറിപ്പും അദ്ദേഹം എഴുതി. വളരെയേറെ ആലോചിച്ച ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു. ഇറാൻ ഒരിക്കലും US ഭീഷണി ഉയർത്തിയിട്ടില്ല. ഇസ്രായേലിന്റെയും അവരുടെ ശക്തമായ ലോബിയുടെയും സമ്മർദ്ദം മൂലമാണ് യുദ്ധം ആരംഭിച്ചത്. NCTC മേധാവി സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുകയാണ്. ഇറാനിൽ നടക്കുന്ന യുദ്ധത്തെ മനസാക്ഷി കുത്തില്ലാതെ എനിക്ക് പിന്തുണക്കാൻ കഴിയില്ല. അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ എന്നും അദ്ദേഹം കുറിച്ചു. ഇതേസമയം ട്രംപിനെയും US വീണ്ടും കുരുക്കിലാക്കുകയാണ് ഇസ്രായേൽ. മുജ്തബയെ വധിക്കാനുള്ള നീക്കം പാളുകയും സ്വന്തം നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുകയും നെതന്യാഹു മരിച്ചോ ജീവിച്ചോ എന്ന ചർച്ച കൊഴുക്കുകയും ചെയ്യുന്നതിനിടെ നെതന്യാഹുവിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് നിരന്തരം മാനം കെടുന്ന ഇസ്രായേലിനെയും കാണുന്നു. ഏറ്റവും ഒടുവിൽ തിരിച്ചടികളെ മറികടക്കാൻ ശ്രമിച്ച് മാനം രക്ഷിക്കാൻ പുതിയ ചിത്രവുമായി രംഗത്തെത്തി. അതും പാളി. ആദ്യം നെതന്യാഹുവിൻ്റെതായി പുറത്തുവിട്ട വീഡിയോകൾ നിങ്ങൾ കണ്ടതുപോലെ സംശയിക്കപ്പെട്ടു. വീഡിയോകൾ ഡീപ്പ് ഫേക്ക് AI വീഡിയോകളാണ് എന്നും സോഷ്യൽ മീഡിയകളിൽ ഡീകോഡിംഗ് വിശകലനങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ജനം സംശയിച്ചു. അതിന് പിന്നാലെയാണ് മുജ്തബ റഷ്യയിൽ ചികിത്സയിലുണ്ട് എന്നും ഇസ്രായേൽ കബളിപ്പിക്കപ്പെട്ടു എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇസ്രായേലിന്റെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ നെതന്യാഹുവിന്റെ ചിത്രം പങ്കുവച്ചു. ഇസ്രായേലിന്റെ മാനം കാക്കാൻ ഇറാൻ നേതൃത്വത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരായ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രമാണ് അവർ പുറത്തുവിട്ടത്. കൂലിപ്പട്ടാളത്തോട് ആളെക്കൊല്ലാൻ നിർദ്ദേശിക്കുന്ന നരഭോജിയുടെ മാനസികാവസ്ഥയോടെ ഫോണിൽ സംസാരിക്കുന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ തലവൻ എന്ന് എതിരാളികൾ വിമർശിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ നിരന്തരം ഫോട്ടോകളും വീഡിയോകളും ഇട്ടുകൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തി. എന്നാൽ ആ ചിത്രവും വ്യാജമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അത്രേ. നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന പ്രചാരണത്തെ മറികടക്കാൻ പുറത്തുവിട്ട ചിത്രം, ഫെബ്രുവരി 4 പ്രസിദ്ധീകരിച്ച ചിത്രം വീണ്ടും എടുത്തുപയോഗിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയ്ക്ക് നൽകിയ അതേ ചിത്രം നിലവിൽ പുറത്തുവിട്ട ചിത്രം അതാണെന്ന് AI ടൂളായ ഗ്രോക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിത്രം പുനരുപയോഗിച്ചതാണ് എന്നാണ് ഗ്രോക്ക് വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രചരണങ്ങൾ നടക്കുന്നുമുണ്ട്. ഇതോടെ ഇസ്രായേൽ എന്തോ ഒളിച്ചു വെക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ അടക്കം സംശയം ഉന്നയിക്കുന്നത്. സൈനിക ശക്തി എത്രത്തോളം പ്രയോഗിക്കുന്നു, ആളുകളെ കൊല്ലുന്നു, മറ്റൊരു പരമാധികാരി രാഷ്ട്രത്തെ ആക്രമിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും ഇസ്രായേലിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഗതികെട്ട ഒരവസ്ഥയിൽ ആണ് ലോകം കാണുന്നത്. ഗതികെട്ട അവസ്ഥയിലേക്ക് ട്രംപിനെ എത്തിച്ച നെതന്യാഹുവും ഇസ്രായേലും മനുഷ്യരെ കൊന്നുകൊന്ന് രാജ്യങ്ങളെ ആക്രമിച്ച് അതിലും ഗതികെട്ട യുദ്ധക്കുതിയനും കൂട്ടരും ആയി ലോകത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.